ഒട്ടുമിക്ക സീരിയൽ സിനിമ സെലിബ്രിറ്റികൾക്കും അഭിനയത്തിനൊപ്പം ചെറിയ സംരംഭങ്ങളുമുണ്ട്. സീരിയൽ താരങ്ങളും സഹോദരിമാരായ മൃദുല വിജയും പാർവതി വിജയും അടുത്തിടെയാണ് സിസ് ബൈ എംപി എന്ന പേരിൽ ക്ലോത്തിംഗ് ബ്രാൻഡ് ആരംഭിച്ചത്. നോർമൽ സാരികളുടെ വലിയൊരു ശേഖരണം ഇവരുടെ ബ്രാൻഡിലുണ്ട്. ചുരുങ്ങിയ കാലയളവിൽ ജനങ്ങൾക്കിടയിൽ എത്തിപ്പെടാൻ സിസ് ബൈ എംപിക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ക്ലോത്തിംഗ് ബ്രാൻഡിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ഇരുവരും. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തില്ലെന്നും വിശ്വസ്തത നഷ്ടപ്പെടരുതെന്നും നിർബന്ധമുണ്ടെന്നും മൃദുലയും പാർവതിയും പറയുന്നു. അഭിനയത്തിനിടയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ജോലികൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്താണ് പൂർത്തിയാക്കുന്നത്. മക്കൾ സ്കൂളിൽ പോയ ശേഷം മാത്രമേ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് കഴിയാറുള്ളൂ. അവരുള്ളപ്പോൾ കാണുക, ഒരുമിച്ചിരുന്ന് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നത് നടക്കുന്ന കാര്യമല്ല. 899 രൂപ മുതലാണ് ഞങ്ങളുടെ കൈവശമുള്ള സാരികളുടെ വില ആരംഭിക്കുന്നത്. കൊടുക്കുന്നതെല്ലാം വളരെ ക്വാളിറ്റിയുള്ള സാരികളാണ്. ക്വാളിറ്റിയില്ലാത്ത സാരികൾ വന്നിട്ട് പോലും ഞങ്ങൾ അത് വിൽക്കാൻ നിന്നിട്ടില്ല. കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. ചെറിയ വിലയ്ക്ക് വിറ്റാൽ പോലും അത് വാങ്ങുന്നവർ പിന്നീട് നമ്മളെ കുറ്റം പറയും. ബ്രാൻഡിനെ അത് ബാധിക്കും. ക്വാളിറ്റിയില്ലാത്ത സാരികൾ സ്റ്റോക്കിൽ വന്ന് കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. ഒരാൾ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അയാൾ വീണ്ടും നമ്മുടെ അടുത്തു നിന്നും സാരി വാങ്ങണം. അതുകൊണ്ട് അത്തരത്തിലാണ് ബിസിനസ്സിലും കസ്റ്റമർ ഡീലിംഗ്സിലും നടത്തുന്നതെന്ന് മൃദുലയും പാർവതിയും പറഞ്ഞു. ചില കസ്റ്റമേഴ്സ് ഒരു സാരിയെക്കുറിച്ച് തന്നെ 100 ചോദ്യങ്ങൾ ചോദിക്കും. സാരി വാങ്ങാൻ ഉദ്ദേശമില്ലാത്തവരിൽ ചിലരാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചിലപ്പോഴൊക്കെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ പാർവതി എന്നെ വിളിക്കും. പിന്നെ ഞാൻ അത്തരം കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമാണ് എൻ്റേത്. പക്ഷേ ചേച്ചി ക്ഷമയോടെ സംസാരിക്കുന്നയാളാണെന്നാണ് പാർവതി പറഞ്ഞത്. സിസ് ബൈ എംപി എന്നാണ് ഞങ്ങളുടെ ക്ലോത്തിംഗ് ബ്രാൻഡിൻ്റെ പേര്. പേരിലെ സിസ് എന്നതുകൊണ്ട് സഹോദരി എന്നല്ല അർത്ഥം. സ്ട്രോങ്, ഇൻഡിപെൻഡൻറ്റ്, സ്റ്റൈലിഷ് എന്ന പൂർണ്ണനാമം. പേര് പാർവതിയാണ് കണ്ടുപിടിച്ചത്. എല്ലാ സ്ത്രീകളും സ്ട്രോങ്, ഇൻഡിപെൻഡൻറ്റ്, സ്റ്റൈലിഷ് ആയിരിക്കണം. വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നീ വഴിയാണ് ഓർഡർ സ്വീകരിക്കുന്നത്. യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്ത് കുർത്തി, കോട്ട് സെറ്റ്, വെഡ്ഡിംഗ് സാരികൾ പോലുള്ളവ ലോഞ്ച് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പർച്ചേസ് ചെയ്യുന്നത് തമിഴ്നാട്ടിൻ്റെ നോർത്തിൽ നിന്നുമാണ്. ചെലവ് ചുരുങ്ങുന്നതിൻ്റെ ഭാഗമായി ഒരു നേരം മാത്രമാണ് നല്ല ഭക്ഷണം കഴിച്ചിരുന്നത്. അഭിനയിച്ച് കിട്ടുന്നതിൽ നിന്നും പണം സ്വരുക്കൂട്ടി വെച്ചാണ് സിസ് ആരംഭിച്ചതും ഇതുവരെ എത്തിച്ചതുമെന്നും ഇരുവരും പറഞ്ഞു. വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു പാർവതി. ഇപ്പോൾ വീണ്ടും സീരിയലിൽ സജീവമാണ്. മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. നെഗറ്റീവ് റോളാണ്. പാവം കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യമെന്ന് പാർവതി പറഞ്ഞു.